ഈശോയോട് ശിഷ്യന്മാർ വന്നിട്ട് യോഹന്നാൻ വന്നിട്ട് പറയുന്നുണ്ട്, യാക്കോബും ശലോഹായും കൂടെ രണ്ടുപേരും കൂടെ വന്ന് അപ്പൊ സെബെദീപുത്രന്മാരുടെ അമ്മ വന്നിട്ട് പറയുന്നുണ്ട്, അങ്ങ് രാജ്യത്തിലായിരിക്കുമ്പോൾ എൻ്റെ ഈ രണ്ട് മക്കൾ നിന്റെ ഇടത്തും വലത്തും ഇരിക്കാൻ നീ കൽപ്പിക്കണം, അനുവദിക്കണം. ഉടനെ കർത്താവ് ചോദിക്കുന്നത്, നിങ്ങൾ പറയുന്നത് എന്താണെന്ന് നിങ്ങൾക്ക് അറിഞ്ഞുകൂടാ. നിങ്ങൾ എന്താണ് ചോദിക്കുന്നതെന്ന് നിങ്ങൾക്ക് അറിഞ്ഞുകൂടാ. സർവ്വ ഹല്ലേലൂയ. ഞാൻ കുടിക്കാൻ പോകുന്ന പാനപാത്രം കുടിക്കാൻ പറ്റും? ഇവരുടെ അവർ ചിന്തിക്കുന്ന പാനപാത്രം വെച്ചാൽ വേറെ കാര്യം ചിന്തിക്കുന്നത്. ഞാൻ മുങ്ങാൻ പോകുന്ന മാമോദീസ മുങ്ങുവാൻ പറ്റുമോ? റെഡി. നിന്റെ പക്ഷെ ഈശോ പറയുന്ന കാസ കുടിക്കലും ജ്ഞാനസ്നാനം എന്ന് പറയുന്നത് എന്താണ്? ഈശോയുടെ കാസ എന്താണ്? ദൈവം തരുന്നത് എന്തും കുടിക്കുന്നതിന് പറയുന്ന പേരാണ് കാസ കുടിക്കുക. ജീവിതത്തിൽ കിട്ടുന്നത് ദൈവകരങ്ങളിൽ നിന്ന് എടുക്കുന്നു. അത് മോശമായ ഭർത്താവായാലും, മോശമായ ഭാര്യ ആയാലും, മോശമായ ജോലി ആയാലും, രോഗിയായ കുട്ടിയായാലും, രോഗിയായ അപ്പനമ്മയായാലും അതിനെ അതേപടി എടുത്ത് കുടിക്കുന്നതിന് കിട്ടുന്നത് കുടിക്കുക, കിട്ടിയത് കുടിക്കുക. കിട്ടിയ കാസ അത് കുടിക്കാൻ പറ്റുമോ എന്ന് ചോദിക്കുന്നത്. കിട്ടുന്നത് കുടിക്കുക. ഈശോയ്ക്ക് കിട്ടുന്ന ഈശോ കുടിക്കുന്നത്. അവിടെ കണ്ടുവന്നാണ് കാസ കുടിക്കുന്നു, സഹനം കുടിക്കുന്നു. കിട്ടുന്നത് എന്തും കുടിക്കാൻ ദൈവം തരുന്നതാണ്, അല്ല മനുഷ്യർ തരുന്നതല്ല, ദൈവം തരുന്നതാണെന്ന് കരുതിക്കൊണ്ടത് കുടിക്കാൻ തയ്യാറാവും. ദൈവം തരുന്ന ബന്ധം, വിവാഹത്തിൽ ദൈവം തന്നൊരു ബന്ധം, അത് അതേപടി കുടിക്കാൻ തയ്യാറാവും. കുടിക്കാൻ തയ്യാറാവും. അവർ പറഞ്ഞു റെഡി. ഞാൻ മുങ്ങാൻ പോകുന്ന മാമോദീസ. ആ ജലത്തിലുള്ള മാമോദിസമല്ല, രക്തം കൊണ്ടുള്ളൊരു മാമോദീസ. സ്വന്തം രക്തം തന്നെ ചിന്തിക്കൊണ്ടുള്ള ഒരു മാമോദീസ. കൽത്തൂണി കെട്ടിയിട്ട് ചമ്മട്ട് കൊണ്ട് അടിച്ചു കഴിയുമ്പോൾ അല്പം കഴിയുമ്പോൾ കാണുന്നൊരു ചോര മാത്രമുള്ള ആ ബോഡി, വേറൊന്നും കാണാനില്ല. മൊത്തം ചോരയൊലിച്ച് നിൽക്കുന്ന ഉള്ളം ചോര കൊണ്ടൊരു മാമോദീസ, രക്തത്തിന്റെ മാമോദീസ. അവന് പറഞ്ഞു റെഡി എന്ന് പറഞ്ഞു. അത് പറഞ്ഞ് നിങ്ങൾ ചോദിക്കുന്നത് നിങ്ങൾക്ക് അറിഞ്ഞുകൂടാ. അപ്പൊ രണ്ടും സ്വീകരിക്കാൻ തയ്യാറാണ്. പൈസ പറഞ്ഞു ഉടനെ ആഗ്രഹം കണ്ട് നിങ്ങൾ സ്വീകരിക്കും. നിങ്ങൾ രണ്ടുപേർക്ക് അതുണ്ടാവും. ശരിയാണ്, രണ്ടുപേരും പിന്നീട് കർത്താവിന്റെ വലിയ രക്തസാക്ഷ്യത്തിലേക്ക് പോകുന്നു കാണാൻ പറ്റും. യോഹന്നാൻ ഒരു രക്തസാക്ഷിയായിട്ട് മരിച്ചില്ല എന്ന് ചിലപ്പോൾ രക്തസാക്ഷി തന്നെയാണ്. യോഹന്നാൻ രക്തസാക്ഷി തന്നെയാണ്. മരണമൊക്കെ ഒരു രക്തസാക്ഷ്യത്തിന്റെ നേച്ചറാണ്. ദൂരെ പീഡനങ്ങൾ നടുവിലൂടെ പോയ മനുഷ്യൻ അവരല്ല ഇത്. അപ്പൊ ഇത് കുടിക്കാൻ അതാണ്, അത് വിളിയാണത്. 2 തിമോത്തിയുടെ 3:12 പറയും, യേശുക്രിസ്തുവിനോട് ഐക്യപ്പെട്ട് വിശുദ്ധ ജീവിതം നയിക്കുവാൻ ആഗ്രഹിക്കുന്നവർ എല്ലാവരും പീഡിപ്പിക്കപ്പെടും.